എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചാർട്ട് നെക്സസ് ഇങ്ങനെയുള്ള രണ്ട് പ്ലാറ്റ്ഫോമിനെ പറ്റി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ആളുകൾ ഉപയോഗിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഡിസ്ക്ലൈമർ വായിക്കുക, റിസ്ക് മനസ്സിലാക്കുക. ആ റിസ്ക് നമ്മൾ സ്വയം ഏറ്റെടുക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ്ങിലും ഒക്കെ തിരിയാവൂ. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് മാത്രം ചെയ്യരുത്. നമ്മളും കുറച്ച് സ്വയം അറിഞ്ഞിരിക്കണം. അപ്പം ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അറിയണമെന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പം അറിയാവുന്ന കാര്യങ്ങൾ നിക്ഷേപങ്ങളുടെ മൂന്നാമത്തെ പാർട്ടിൽ ഒരു 5 സെക്ഷനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാണുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടും. അത് എന്താണ്, അപ്പം അവർക്ക് തന്നെ ഒരു സ്റ്റഡി ചെയ്യാനുള്ള ഒരു അവസരം ഈ വീഡിയോ കണ്ടാൽ സ്വയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കുക. 5 പാർട്ടുണ്ട്. നിക്ഷേപങ്ങളുടെ പാർട്ടിൽ മൂന്നാമത്തെ പാർട്ടാണ് മ്യൂച്വൽ ഫണ്ട്. ഇതിനകത്ത് തന്നെ 5 സെക്ഷനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വേണ്ട ഡീറ്റെയിലിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരും ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഷെയറിൻ്റെ കൂട്ടത്തിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം SIP രൂപ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം മാർക്കറ്റ് താഴോട്ടും മുകളിലോട്ടും പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഇടവേളകളിൽ നമുക്ക് താഴ്ന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ മേടിച്ച് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ലോങ് ടേമിലേക്ക് നമുക്ക് നമ്മുടെ നിക്ഷേപ മാർഗ്ഗങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ഇത് വളരെ പ്രയോജനപ്പെടും. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി വളരെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുക. എല്ലാവരും, പ്രത്യേകിച്ച് പുതിയതായിട്ട് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരായ ആളുകൾ, ഏറ്റവും ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിനെ പറ്റി അറിയുന്നത് ഏറ്റവും ആദ്യം ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മനസ്സിലാക്കി അതിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പതുക്കെ സ്റ്റോക്കിലേക്ക് അതിന് മാറുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോയിരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ എന്നൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് പിന്നെ ഒരിക്കൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത് ലോകത്തിൽ ഞാൻ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പം അമേരിക്കൻ മാർക്കറ്റ്, മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മാർക്കറ്റും ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തിടെ അവർ നമ്മുടെ ഇന്ത്യയിലെ എക്സ്ചേഞ്ചുകളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലൈവ് കോഡ്സ് ഉണ്ട്, അതുപോലെ ഫ്രീ ചാർട്ടുണ്ട്, ടെക്നിക്കൽ അനാലിസിസിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, അപ്പോൾ എക്സ്പേർട്ട് ട്രേഡിംഗ് ഐഡിയാസ് ഉണ്ട്, അപ്പോൾ റിയൽ ടൈം ചാർട്ട്, അപ്പം അതുപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാം. അതിന് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ അതിനുള്ള പ്ലാറ്റ്ഫോമിൽ അതിനുള്ള സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പല അഡ്വാൻറ്റേജുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അവർ വെബ്സൈറ്റിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടു പഠിക്കുക. അതിന് ശേഷം നമുക്ക് സ്വയം ചാർട്ട് മനസ്സിലാക്കാനും കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ ഉപകാരപ്പെടും. അപ്പം എല്ലാവരും ഈ സൈറ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം വീഡിയോസ് കാണാനായിട്ട് സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരിട്ട് അതിൻ്റെ ചാർട്ടിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. ഞാനിത് മിനിമൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചാർട്ടിൻ്റെ സൈറ്റ്. നമ്മൾ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനിഷ്യലി ആദ്യം കാണുന്ന അവരുടെ സ്ക്രീനിൽ ഇത് സ്ക്രീൻഷോട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് കാണും. അപ്പം അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് പല മാർക്കറ്റുകളുടെ യൂറോപ്പ് പല ഉണ്ട്, അമേരിക്കൻ, യൂറോപ്പ്, പല മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. പൈസയുടെ വിലയും ബിറ്റ് കോയിനിന് പലതും ഇവിടെ
കാണാൻ പറ്റും. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല ചാർട്ടുകൾ, കമ്പനിയുടെ മാർക്കറ്റിൻ്റെ സമ്മറി, അങ്ങനെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ, സ്റ്റോക്സ്, ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ, നമ്മൾ മണി കൺട്രോളിൽ കാണുന്ന പോലെ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ എക്കണോമിക് കലണ്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കുറേ ചാർട്ടുകളും മറ്റും കാണുന്നത്, ഇത് നമ്മൾ കുറച്ചും ഞാൻ പറഞ്ഞ ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പേർട്ടായ ആളുകൾക്ക്, മനസ്സിലാകുന്ന ആളുകൾക്ക് നമുക്കിതുപോലെ ചാർട്ട് ഇതുപോലെ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ നമ്മുടെ ഐഡിയ അതിനടിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഇവിടെ പ്രസിദ്ധീകരിക്കാം. നമുക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ആദ്യം ചെയ്യേണ്ട, ഈ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് സൈൻ ഇൻ എന്നുണ്ടാവും, അതിനപ്പുറത്തായിട്ട് ജോയിൻ ഫോർ ഫ്രീ എന്നുണ്ടാവും. ഓക്കെ, ഈ പ്ലാറ്റ്ഫോം 2 തരത്തിലുണ്ട്. ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പെയ്ഡ് പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പം ഈ ഡേ ട്രേഡേഴ്സ് ഷോർട്ട് ടൈം ചാർട്ടൊക്കെ ചെക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് അവരുടെ പെയ്ഡ് ചാർട്ട് വളരെ ഉപകാരപ്പെടും. നമ്മളെ കൂട്ടുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ഈ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന ആളുകൾ, സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സാധാരണ ഈ ഫ്രീ പ്ലാറ്റ്ഫോം തന്നെ ആവശ്യത്തിന് തികയും. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, നിങ്ങളിവിടെ പോയി രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഇവിടെ ഒരു അമേരിക്കൻ ഒരു ഫ്ലാഗിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഈ സൈറ്റിൽ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ മാർക്കറ്റിൻ്റെ ഡീറ്റെയിലാണ്. നമുക്കത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ നമുക്ക് ഫ്ലാഗും നമ്മുടെ പേരും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റിൻ്റെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ വരും. അത് ഇത് റിഫ്രഷ് ചെയ്യാൻ സമയമെടുക്കും. ഓക്കെ, അപ്പം ഇനിഷ്യലി കാണുന്ന അത് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടോ മറ്റോ ആണെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റൈറ്റ് സൈഡ് ലോഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് അതിൻ്റെ ചാർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്തതാണ്. ഓക്കെ, അപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെയുള്ള മറ്റേ ആളുകളുടെ ഐഡിയാസൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാം. ഇവിടെ നമ്മൾ വീണ്ടും ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഇന്ത്യയുടെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ, കമ്പനിയുടെ നിഫ്റ്റിയുടെ വേണമെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർട്ടിൽ എത്താൻ പറ്റും. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കാണുന്ന ഒന്ന് മനസ്സിലാക്കാം, ഐഡിയാസ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഓരോരുത്തർ ചാർട്ടും മറ്റും ചെയ്തിരിക്കുന്ന ഇങ്ങനെയുള്ള ഓൾ ഡീറ്റെയിൽസോ അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അങ്ങനെയുള്ള ഓക്കെ, ഐഡിയാസിൽ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ആദ്യം നമ്മൾ അമേരിക്കയുടെ കണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ അവരുടെ ഐഡിയാസ് അവർ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്തതാണ് നമുക്ക് ഈ ചാർട്ടിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലോട്ട് തന്നെ തിരിച്ചു പോകാം. ഞാൻ ജസ്റ്റ് ബേസിക് പറഞ്ഞു പോകണം, അല്ലെങ്കിൽ ഒത്തിരി സമയമെടുക്കും.
നെക്സ്റ്റ് മാർക്കറ്റാണ്. രണ്ടാമത് നമ്മൾ മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയുള്ള എല്ലാ ബോൺസ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ സ്റ്റോക്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലോസേഴ്സ്, മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള അതുപോലെ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഓൾ ടൈം ഹൈ, ഓൾ ടൈം ലോ, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ മേജറായിട്ടുള്ള നിഫ്റ്റിയുടെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കിട്ടും. അതുപോലെ ഫ്യൂച്ചേഴ്സിൻ്റെ ബോൺസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. നെക്സ്റ്റ് അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഇൻഡിക്കേറ്ററും അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഇത് ഞാൻ ഡയറക്റ്റ് ഓൺലൈനിലായിട്ട് ഡയറക്റ്റ് കാണിക്കുകയാണ്, അപ്പോൾ കുറച്ച് താമസിക്കും. അപ്പം ഈ എന്താ അവിടെ ഇതിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് ഏതെങ്കിലും രീതിയിലുള്ള അത് ഉപയോഗിച്ച് അങ്ങനെയുള്ള ആ ഐഡിയാസ് അത് നമുക്കിവിടെ ക്ലിക്കായിട്ട് വരും. ഓക്കെ, അങ്ങനെ നേരത്തെ അവർ ചെയ്ത് വെച്ചതിന് അതിൻ്റെ ഡീറ്റെയിൽസും അവരുടെ ഐഡിയാസൊക്കെ നമുക്കിവിടെ കിട്ടും. ഏകദേശം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അപ്പം ഏത് സെലക്ട് ചെയ്യുന്നോ ഓക്കെ, നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ മാക്ഡി ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസൊക്കെ നമുക്കിവിടെ അപ്പം മേളിൽ കാണാൻ പറ്റും. 114 സ്ക്രിപ്റ്റ് അങ്ങനെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട മാക്ഡി ഇൻഡിക്കേറ്റർ ഹാസ് എവരി ഫ്യൂച്ചർ അവൈലബിൾ ബ്ലാ ബ്ലാ എന്ന് ഇവിടെ കാണാൻ പറ്റും. ഓർത്തിത് ചാർട്ട് ക്രിയേറ്റ് ചെയ്തും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് മാർക്കറ്റിനെ പറ്റിയും ടെക്നിക്കൽ പഠിക്കുന്ന ആളുകൾക്കും വളരെ ഉപകാരപ്പെടും. നമ്മളിത് മറ്റുള്ളവർ ആൾ ചെയ്യുന്നത് നമുക്ക് കണ്ട് പഠിക്കാനുള്ള അവസരം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പ് പോലെ തന്നെ ആളുകൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഓരോ ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അവരുടെ സൈറ്റുകളുടെയും മറ്റ് ഡീറ്റെയിൽസാണ്. ഇത് തീർച്ചയായിട്ടും ചിലത് നമ്മൾ റൈറ്റ് സൈഡ് നോക്കി ചിലത് ഫ്രീ ആണ്, ചിലത് നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെയുള്ള പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സൈറ്റ് പോയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ ബേസിക്. ഇനി നമുക്ക് ഞാനൊരു ചാർട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ വീണ്ടും നിഫ്റ്റിയിലേക്ക് തന്നെ പോകുന്നു. നമ്മൾ ആദ്യം അത് അടിക്കുമ്പോൾ തെളിഞ്ഞ് വരും. നമ്മളിവിടെ റൈറ്റ് സൈഡ് നോക്കിയാൽ അറിയാം ഇൻഡെക്സ് എന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ പതാക ഇവിടെ കാണാം. ഞാൻ നിഫ്റ്റി 50 ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരിട്ട് അതിൻ്റെ വെയിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ചാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം. എൻ്റെ ചാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള നമ്മൾ ആ പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോന്ന് നോക്കാം. അതിൻ്റെ ആദ്യം നമ്മുടെ ഏറ്റവും താഴെ ബോട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അവസരവും അവിടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റ് എന്നുള്ള ഇത് കാണാം. നമ്മൾ സാറിന് മണിക്കണ്ടുള്ളിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റും മറ്റും ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ PFC എന്നുള്ള ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. PFC അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ്റെ NSEയുടെയും BSEയുടെയും കാണാം. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ PFC താഴെ എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള NDPSയും PTCയും ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിഫ്റ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇൻ കേസ് എനിക്ക് ഏതെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ക്രോസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് പോകുന്നതായിരിക്കും. അപ്പം അതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിലുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഇന്നത്തെ എൻ്റെ PTC ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ അതിൻ്റെ കോഡും മറ്റ് കാര്യങ്ങൾ, ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞുകൊണ്ട് മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. അതിനുശേഷം ഇന്നത്തെ റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ 52 ഒരു കൊല്ലത്തെ കൂടിയ കുറഞ്ഞ റേഞ്ച്, ഇന്നത്തെ വോളിയം, അതുപോലെ ആവറേജ് വോളിയം, തുറന്നത്, അതുപോലെ പ്രീവിയസ് ക്ലോസിങ്, മാർക്കറ്റ് ക്യാപ്പ് കമ്പനിയുടെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള ന്യൂസ് കമ്പനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസും മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ വാച്ച് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞ അലേർട്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അറിയാമല്ലോ, നമ്മളൊരു ക്ലോക്കിൽ നമ്മൾ അലാറം സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അലേർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ചെയ്യുക, നമ്മുടെ സെറ്റ് അലേർട്ട് അല്ലെങ്കിൽ ആൾട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ആ പോയിന്റിൽ നമ്മൾ ലെവൽ ഞാൻ ഓൾറെഡി അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അലേർട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് മനസ്സിൽ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടാണ്. എനിവേ ഞാൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം തണ്ട് അലേർട്ട് PTC ക്രോസിംഗ് 112.47 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായത് ആ ലെവലിൽ ഇപ്പോൾ മാർക്കറ്റ് മുകളിൽ നിൽക്കുന്നു. ഇപ്പോൾ എനിക്ക് ആ ലെവലിൽ ഇത് മേടിക്കണം, എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് ഈ ലെവൽ വരുമ്പോൾ അത് മേടിക്കാൻ പറ്റുകയെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ അലേർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർട്ടിംഗ് സോഫ്റ്റ്വെയറിൽ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് അലേർട്ട് നമുക്ക് കിട്ടും. ഒരു പക്ഷേ എനിക്കൊന്ന് മെയിൽ കൂടെ വരുമായിരിക്കാം, അത് വരുമ്പോൾ അറിയത്തുള്ളൂ. എന്തായാലും ഇതാണ് അലേർട്ട് ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് ഡാറ്റ വിൻഡോ. അപ്പോൾ ഡാറ്റ വിൻഡോയ്ക്കകത്ത് നമ്മൾ അതിൻ്റെ ഓപ്പൺ പ്രൈസ്, ഹൈ, ലോ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഡാറ്റാസിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഏതെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ഹൈഡായി പോകും. ഓക്കെ, അതാണ് ഡാറ്റാസ്. നെക്സ്റ്റ് ഹോട്ട് ലിസ്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലെ ഹോട്ടായിട്ടുള്ള ലിസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് നടന്നതും അങ്ങനെയുള്ള സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ്, പെർസെൻറ്റേജ് ചേഞ്ച് ഗെയിനേഴ്സ്, ഇങ്ങനെയുള്ള വോളിയം ഗെയിനേഴ്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് കിട്ടും. ഇവിടെ ജസ്റ്റ് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ചെയ്താൽ മതി, അത് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഐഡിയാസാണ് നമുക്ക് ഈ ഹോട്ട് ലിസ്റ്റിനകത്ത് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കലണ്ടറാണ്. അപ്പോൾ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ദിവസമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡീറ്റെയിൽ ഇവിടെ ഓഗസ്റ്റ് 5-ാം തീയതി നടക്കുന്ന ഓരോ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഓരോ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണിച്ചു. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കാണിച്ചാൽ നമുക്ക് ഐഡിയ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെയുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന നമ്മൾ വരയ്ക്കുന്ന ചാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചാർട്ടുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള അവസരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനകത്ത് ഈ സോഷ്യൽ എന്ന ഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ ഇങ്ങനെ 3-4 ഓപ്ഷൻസ് ഐഡിയ സ്ട്രീം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ചാർട്ട്, നമുക്ക് പബ്ലിക്കായിട്ട് ഇടാം, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇതിനകത്ത് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒക്കെ അവസരമുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലൈവായിട്ട് സ്ട്രീം ചെയ്യാനുള്ള ഇങ്ങനെ അവസരമൊക്കെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ സൈറ്റ് ഉണ്ട്, അതുമായിട്ട് നമ്മൾ ടൈപ്പ് ആണെന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ബൈ ചെയ്യാനും സെൽ ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ട്.
ഓക്കെ, ഇവിടെ ആ കോളം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ബൈ സെയിലിംഗ് പ്രൈസ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ പോകുന്നില്ല. എന്തായാലും നമ്മളത് ടൈപ്പ് ഒക്കെ ആയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ബൈ മാർക്കറ്റ്, സെയിൽ മാർക്കറ്റ്, നമുക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഇതാണ് നമുക്ക് ടൂൾസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ടൂൾസിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം അതിന് കഴിഞ്ഞ് മേലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ചാർട്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇത് സേവ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ചാർട്ട് വരയ്ക്കുകയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആ ചാർട്ട് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം സ്റ്റോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അവസരം ഇതിലുണ്ട്. നമുക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് ആ സേവ് ചെയ്ത് ചാർട്ട് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പലതരത്തിലുള്ള നമ്മുടെ എന്താ പറയുക ഇൻ്റർഫേസ്, എന്താ പറയുക, ഈ കാണുന്ന ചാർട്ടിൻ്റെ ഇത് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടി ചാർട്ട് ലേഔട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പണം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഈ ഒരു നമുക്ക് ഓപ്ഷൻ നമുക്കുള്ളൂ. ഓക്കെ, അപ്പം അതാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിവിടെ ബൈ, സെയിൽ, അങ്ങനെ കാര്യങ്ങളായി. ഇനി അതിന് മേലോട്ട് ഇങ്ങേപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ, നമുക്ക് ചാർട്ട് ഫുൾ സ്ക്രീനായിട്ട് കാണാനായിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ലെവലിലോട്ട് നമുക്കെത്തും. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്ത് രണ്ട് ആരോ പോലെ കാണുന്ന റീഡു, നമ്മൾ കമ്പ്യൂട്ടറൊക്കെ അറിയാവുന്നവർക്ക് അതിനെ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. അൺഡു റീഡു ചെയ്യാനുള്ള അൺഡു റീഡു ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആദ്യമേ പറഞ്ഞ നമ്മുടെ ഈ നമ്മൾ ഐഡിയാസിൻ്റെ കാര്യം അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇവിടെ നമ്മുടെ അലേർട്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി കുറേ ഇത് കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് നമുക്കുണ്ട്. ബാലൻസ് ഷീറ്റ്, നമ്മുടെ ക്യാഷ് ഫ്ലോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ ചാർട്ടിൻ്റെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല, അവർ നിങ്ങൾ പിന്നീട് നോക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മെയിൻ ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, മാക്ഡി, നമ്മുടെ മൂവിങ് ആവറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇൻബിൽറ്റ് ആയിട്ടുള്ളതിന് ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും നമ്മൾ സെർച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാക്ഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തെളിഞ്ഞ് വരും. നമുക്കത് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു സ്റ്റാർ പോലെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് ഫ്രീ ആയിട്ടുള്ളതിനകത്ത് എനിക്കൊന്ന് മാക്സിമം 3 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോയിട്ട് വേണ്ട നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ഏതെങ്കിലും ഒരു 2 എണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അവിടെ ഓൾറെഡി അത് വന്നു. ഓക്കെ, എനിക്ക് മൂവിങ് ആവറേജ് വേണം. ഫുൾ അടിക്കേണ്ട, നമ്മൾ ടൈപ്പ് മൂവിങ് ആവറേജിൻ്റെ അത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 2 എണ്ണം സെലക്ട് ചെയ്തു. ആ 2 എണ്ണം ഇവിടെ വന്നു. ഓക്കെ, ഞാൻ മൂവിങ് 2 ഇൻഡിക്കേറ്റർ ഇവിടെ, അപ്പോൾ നമ്മുടെ സ്ക്രീനിലും അത് തെളിഞ്ഞ് വന്നു. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എന്തെങ്കിലും നമുക്ക് സെറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്പർ ഓഫ് ഡേറ്റ് സെറ്റ് ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ മൂവിങ് ആവറേജിൻ്റെ അത് നമുക്ക് അതിൻ്റെ അത് സെറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് നമ്മുടെ വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും അവിടെ അതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു ക്രോസ് മാർക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഇൻഡിക്കേറ്റർ വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. വേണ്ടെങ്കിൽ അത് നമുക്കത്
ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ നമ്മളിപ്പം നിഫ്റ്റി ഇപ്പം ഞാനിവിടെ നമ്മൾ ഈ ലെഫ്റ്റ് ടോപ്പിൽ കാണുന്ന ഇവിടെ നമ്മൾ ഏത് വേണ്ടെന്ന് വെച്ച് നമ്മൾ അതിൻ്റെ പേര് കൊടുത്ത് നമുക്ക് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നിഫ്റ്റി സെലക്ട് ചെയ്യുകയാണ്. അപ്പം നിഫ്റ്റിയുടെ ഇൻഡിക്കേറ്റർ വീണ്ടും വന്നു. ഓക്കെ, അത് ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ അത് സേവ് ചെയ്ത് കിടന്നതാണ്. അതൊക്കെ ഞാൻ പിന്നെ നമുക്ക് എറേസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അത് നമുക്കിപ്പോൾ നിഫ്റ്റി സെലക്ട് ചെയ്തു. ഇപ്പോൾ എനിക്കൊന്ന് വേറെ ആയിട്ട് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. കമ്പയർ ചെയ്യാനായിട്ട് ഞാനിപ്പം സെൻസസ് സെലക്ട് ചെയ്തു. അപ്പോൾ ആ സെൻസസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റോക്ക് ഒരേ സെക്ടറിൽ രണ്ട് സ്റ്റോക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ എങ്ങനെ അത് പെർഫോം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ അതാണ് നമുക്ക് ഈ കമ്പോസ് എന്ന് പറയുന്ന ഇതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ഒരേ സെക്ടറിൽ രണ്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എങ്ങനെ മൂവ് ചെയ്യും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് പലതരത്തിലുള്ള അടുത്തതിനകത്ത് പലതരത്തിലുള്ള ചാർട്ട് നമുക്ക് വേണ്ട ചാർട്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമേ തന്നെ ഈ ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് വേണമെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് സെലക്ട് ചെയ്യാം. അതല്ല നമുക്ക് ലൈൻ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ലൈൻ ചാർട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് നമുക്കുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പം അതിനുശേഷം നമ്മൾ ഏത് വിധത്തിലുള്ള ചാർട്ട് വേണ്ടി നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ അവസരമുണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് അത് ഉപയോഗിക്കാം. പലതരത്തിലുണ്ട്. അതിനിപ്പുറത്ത് നമുക്ക് നമ്മുടെ ചാർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. 1 മിനിറ്റ് തൊട്ട് 1 മാസം വരെയുള്ള ചാർട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. നമ്മൾ ഒരു ദിവസത്തേക്കാണെന്നെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഒരു ദിവസത്തേക്ക് നമുക്ക് അതിന് പകരം നമ്മൾ ഡേ ട്രേഡിംഗ് ചെയ്യുന്നെങ്കിൽ 15 മിനിറ്റ് എങ്കിൽ നമുക്ക് 15 മിനിറ്റിൻ്റെ നമുക്ക് ചാർട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഓക്കെ. അതിനുശേഷം എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു എന്താ പറയുക ഒരു ആരോ മാർക്ക് കാണാം. നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സെലക്ഷൻ മെത്തേഡ്സ് നമുക്ക് അവിടെ ഓപ്ഷനുണ്ട്. ഓക്കെ, നമുക്കിപ്പം ഞാൻ ഈ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്ത ഇത് കളയണം, അതാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻസസിൻ്റെ ഇവിടെ കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ആരോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആരോ സെലക്ട് ചെയ്ത് ഈ ക്രോസ്
ഇവിടെ പലതരത്തിലുള്ള ഇതുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനത് ഈ ആരോ ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ആ ഫേവറേറ്റ് ഇവിടെ കാണാൻ ഇവിടെ വരും. അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ മെത്തേഡ് ഇപ്പം ഞാനിപ്പം ക്രോസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ക്രോസ് ഇവിടെ കാണാൻ പറ്റും, കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇത് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് ഇപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കണം. എനിക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും, ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓപ്ഷനാണ് ഈ രണ്ടാമത് കാണുന്നത്. അപ്പം ലൈവ് ആയതുകൊണ്ടാണ് കുറച്ച് ഇത് സമയമെടുക്കുന്നത്. ഓക്കെ, അവിടെ ട്രെൻഡ് ലൈന്, ട്രെൻഡ് ആംഗിൾ, ഹൊറിസോണ്ടൽ ലൈന്, ഹൊറിസോണ്ടൽ റേ, വെർട്ടിക്കൽ റേ, അങ്ങനെ ഏത് തരത്തിലുള്ള ലൈൻ നമുക്ക് വരയ്ക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മളിപ്പം ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് അറിയാനുണ്ടെങ്കിൽ നമ്മളൊരു വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏത് പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ലൈൻ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഈ മേളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ലൈനിൻ്റെ തിക്നെസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വേണോ, ഡോട്ടഡ് ലൈൻ വേണോ, ഡാഷ്ഡ് ലൈൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ സെറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അതെല്ലാം ഇവിടെ അതിനുള്ള അവസരമുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അലേർട്ട്, ആഡ് അലേർട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തെങ്കിലും അലേർട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല, ഈ റൈറ്റ് സൈഡിൽ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അലേർട്ട് പോയിൻ്റ് വരും. നമുക്ക് അപ്പോൾ എഴുതി കാണിക്കുക, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതാണ് അലേർട്ട് പോയിൻ്റ് വരുന്നത്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വിഷ്വൽ ഓർഡർ, അതായത് നമ്മുടെ ലൈൻ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഒക്കെ നമ്മൾ ഈ ഫോട്ടോഷോപ്പിലും അല്ലെങ്കിൽ പെയിൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ ഇമേജ് ബാക്കിലും ഫ്രണ്ടിലും കൊണ്ടുപോകുന്ന തന്നെ നമുക്ക് അത് പുറകോട്ടും മുമ്പോട്ടും കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഫ്രണ്ട്, ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ബാക്ക്, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അടുത്ത് നമുക്കിത് കോപ്പി ഒക്കെ ചെയ്യാനുള്ള അവസരം, നമ്മൾ ഏതും ചെയ്യുന്നതിന് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലെങ്ത് സെലക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു, ആ ലൈൻ നമ്മൾ എടുത്തിട്ട് വേറെ കൊണ്ടുപോകണമെന്നുണ്ട്, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വരച്ച ഈ ലൈന് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എറേസ് ചെയ്യാനുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളത്. അപ്പോൾ അതിനുശേഷമുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിച്ച് ഫോർക്ക് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഗ്യാൻ സ്ക്വയറും ഗ്യാൻ ബോക്സും അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ്, ഇന്നലെ നമ്മൾ ഉപയോഗിച്ച ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ്, അതുപോലെ തന്നെ ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി ടൈം, ഇങ്ങനെയുള്ള ഫിബൊനാച്ചിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഓപ്ഷൻസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു അപ് ട്രെൻഡിൻ്റെ ഏറ്റവും ബോട്ടം പോയിന്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ ടോപ്പ് പോയിന്റിലോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഞാനത് വരച്ചതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പോയിന്റ് വരും. നമുക്ക് ആ ക്ലിക്ക് അത് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡ്രാഗ് ചെയ്യാൻ അവസരമുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് അത് ചെയ്യും. ഇപ്പം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മേളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കളർ സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഓപ്ഷൻ ഉണ്ട്, ഹൈഡ് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ, അങ്ങനെ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ പോയിൻറ്റ്സൊക്കെ ഇതിനും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അടുത്ത് താഴെയായിട്ടുള്ളത് നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ബ്രഷാണ്. പലതരത്തിലുള്ള ബ്രഷുണ്ട്. നമുക്കൊരു റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടൂൾസാണ് ഇതിനകത്തുള്ളത്. അടുത്തത് നമുക്ക് ടെക്സ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, സോറി, അത് ലൈവ് ആയതുകൊണ്ട് സമയം എടുക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ചെയ്ത അതിൻ്റെ പോയിൻ്റ് അതാണത് വീണ്ടും ഇവിടെ വരുന്നത്. ഓക്കെ, ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഫോൺസ്, അതിൻ്റെ ഹൈറ്റ്, അത് ബോൾഡ് ചെയ്യണേ, അങ്ങനെയുള്ള കളറ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ട് എഴുതാൻ നമ്മുടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് താഴെ മറ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ, നമ്മൾ ഇലിയഡ് വ്യൂ തിയറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും സെലക്ട് കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാനും അതനുസരിച്ചിട്ട് നമ്മുടെ ഇതിൽ നമുക്ക് ലെഫ്റ്റ് സെലക്ട് ജസ്റ്റ് അതല്ല ഞാൻ കാണിക്കും, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചു, തെറ്റാണ്. അങ്ങനെ നമുക്കത് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നെങ്കിൽ പറഞ്ഞു എന്ന് മാത്രം. അത് ഞാൻ കൃത്യമായിട്ട് അല്ല വരച്ചിരിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്തെങ്കിലും ആരോ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളതാണെന്നോ ഇതാണ് അടുത്ത ഒരു പോയിൻ്റ്. നമുക്ക് എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനോ എന്തെങ്കിലും കാണിക്കാനോ അത് ചെയ്യാനോ വലുതാക്കുക, തിരിക്കുക ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതിന് താഴെ മെഷർ ചെയ്യാനായിട്ട്, അപ്പോൾ നമുക്കൊരു ഒരു പോയിന്റിൽ നിന്ന് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം മാഗ്നറ്റിക് മോഡ്, എനിക്ക് എക്സാക്റ്റ് അതിനെപ്പറ്റി അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ ഇത് ഡ്രോയിങ് മോഡിൽ തന്നെ എന്തെങ്കിലും വരയ്ക്കാനുള്ള അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കാൻ പറ്റും. പിന്നെ ലോക്ക് ചെയ്യാനുള്ളത്, ഹൈഡ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ സൈറ്റിൽ ഇത് പോയിട്ട് ഇത് കണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഓരോന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചാർട്ട് ഇത് വരയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് പബ്ലിഷ്ഡ് ഏരിയ എന്ന് ഐഡിയ എന്നുണ്ട്. നമ്മൾ ആദ്യമേ കണ്ടു, ഒരു പേജ് തുറക്കുമ്പോൾ കുറേ ആളുകളുടെ ഐഡിയ കണ്ടു. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ഐഡിയ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡിയ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാർട്ട് അവിടെ പബ്ലിക്കിന് കാണാൻ പറ്റും. അപ്പം ഐഡിയ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റും, ട്വിറ്ററിൽ കൂടെ ഒക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നമ്മളൊരു ക്യാമറയുടെ പടമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ചാർട്ട് നമുക്ക് ഈ ലിങ്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏതെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഇത് ആരെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കൊടുക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഈ ഇമേജ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും ഇങ്ങനെ. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു വിൻഡോ തുറന്ന് വരും. റൈറ്റ് ക്ലിക്ക് മൗസ് ചെയ്യുക, സേവ് ആസ് കൊടുക്കുക. അപ്പോൾ അതിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ നമ്മുടെ ഇമേജ് സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് ഇത് പഠിക്കുക. അതിന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിർത്തുന്നതിന് മുമ്പ്. ഇത് കുറച്ച് ലൈവ് ആയതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് മൗസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ കണ്ട ഓപ്ഷൻസൊക്കെ നമുക്ക് കുറച്ച് ഇവിടെ അതുപോലെ തന്നെ കിട്ടും. വേറൊരു പോയിൻ്റ് ഉള്ളത്, അപ്പോൾ നമുക്ക് ഈ ചാർട്ട് എനിക്ക് കുറച്ചുകൂടി ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്. നമുക്കിത് ഡ്രാഗ് താഴോട്ടും മേൽവശം ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനത് പറ്റും. വേറൊരെണ്ണം അതുപോലെ തന്നെ നമ്മൾ മൗസിൻ്റെ
ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമുക്ക് ഡ്രാഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അതിന് താഴെയായിട്ട് നമ്മുടെ സ്ക്രീനറുണ്ട്, ടെക്സ്റ്റ് നോട്ട് എഴുതാനുള്ള ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി അരമണിക്കൂറോളമായി നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തും. ഒരു ബേസിക്കായിട്ട് ഐഡിയ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി കാണും എന്ന് കരുതുന്നു. അപ്പം ഈ സൈറ്റിൽ പോവുക, എല്ലാവരും ഓക്കെ, ഇതിൻ്റെ സൈറ്റിൽ പോവുക. ഞാൻ ഇവിടെ സൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സൈറ്റിൽ പോവുക, ഇത് കണ്ട് മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടുക. നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന കാര്യം പിന്നീട് ഞാൻ ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.